നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ബെർണാഡോ സിൽവ മാഞ്ചസ്റ്റർ സിറ്റിയുടെ സുപ്രധാന താരമാണ്. അദ്ദേഹത്തിന് ബാഴ്സലോണയിലേക്ക് ചേക്കേറാൻ മോഹം. അദ്ദേഹം അതിനായിട്ട് ആഗ്രഹിക്കുന്നു. ഇത്തരത്തിലുള്ള വാർത്തകൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പുറത്തേക്ക് വരുന്നതാണ്. ഈവൻ പാക്കറ്റ് എടുക്കാൻ പോലും അദ്ദേഹം തയ്യാറാണ്. താൻ ബാഴ്സലോണയിൽ നല്ല ഫിറ്റ് ആയിരിക്കും എന്നാണ് ബെർണാഡോ സിൽവ വിശ്വസിക്കുന്നത് എന്നതൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തേക്ക് വന്ന വാർത്തകളിൽ ഉണ്ടായിരുന്നു. എന്നാൽ ബാഴ്സലോണയുടെ നിലപാട് എന്തായിരിക്കും? ചാവി ഹെർണാണ്ടസ് ഈ ഒരു കോൺട്രാക്ട് എക്സ്റ്റൻഷനിലേക്ക് പോയപ്പോൾ മുന്നോട്ട് വെച്ച 3 ഡിമാൻഡുകളിൽ ഒന്ന് ബെർണാഡോ സിൽവയെ പോലുള്ള ഒരു താരത്തെ എത്തിക്കണം എന്നുള്ളതാണ് എന്ന തരത്തിൽ മുണ്ടോ ഡിപ്പോർട്ടിവോ വാർത്ത കൊടുത്തത് കൂടി ഇതിനോട് ചേർത്ത് വായിക്കണം. ഇപ്പോൾ ഈ വിഷയത്തിൽ ഒരു വിശദീകരണം വരുന്നുണ്ട്. നമ്മൾ അതിലേക്കൊന്ന് പോവുകയാണ്. സ്പോർട്ടിൻ്റെ ജേർണലിസ്റ്റ് ആയിട്ടുള്ള ടോണി ഇവാൻ മാർട്ടി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്ന കാര്യങ്ങൾ നോക്കുക. ബെർണാഡോ സിൽവ തീർച്ചയായിട്ടും ബാഴ്സലോണക്ക് ഒരു ഓപ്ഷനാണ്, പക്ഷേ പ്രയോറിറ്റി അല്ല. ബാഴ്സക്ക് അദ്ദേഹത്തെ ലഭിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, പക്ഷെ ഒരു ഓപ്ഷനായിട്ട് തന്നെ പരിഗണിക്കും. ക്ലബ്ബ് അദ്ദേഹത്തിൻ്റെ 60 മില്യൺ പ്രൈസ് ടാഗ് വളരെ കൂടുതലാണ് എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. മാത്രമല്ല 30 വയസ്സിലേക്ക് അധികം വൈകാതെ അദ്ദേഹം എത്തുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ സിമിലർ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള താരങ്ങൾ ഓൾറെഡി ബാഴ്സലോണയിൽ ഉണ്ട്. ഇപ്പം ഗുണ്ടോഗനെ പോലെയുള്ള താരങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ബാഴ്സലോണയുടെ പ്രിഫറൻസ് എന്ന് പറയുന്നത് ടോപ്പ് ക്വാളിറ്റി പിവോട്ടിൽ ഫസ്റ്റ് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ആൻഡ് ദെൻ സീ ഇഫ് ദർ ആർ എക്സിറ്റ്സ് ആൻഡ് റൂംസ് ടു സൈൻ ദി പോർച്ചുഗീസ് പ്ലെയർ ബെർണാഡോ സിൽവ. അപ്പം അവരുടെ ഫസ്റ്റ് പ്രയോറിറ്റി ഒരു നല്ല പിവോട്ടിനെ എത്തിക്കുക എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് നമ്മൾ നേരത്തെ വാർത്ത ചെയ്തിട്ടുണ്ട്, ചാവി അങ്ങനെ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഏതെങ്കിലും താരങ്ങളൊക്കെ പുറത്തേക്ക് പോകുമെങ്കിൽ മാത്രമേ ബെർണാഡോ സിൽവയുടെ കാര്യത്തിൽ ഒരു നീക്കം നടത്തൂ എന്നാണ് ഇപ്പോൾ സ്പോർട്ടിൻ്റെ ജേർണലിസ്റ്റ് പറയുന്നത്. എന്തായാലും ഇത് എന്താവും വരുന്ന സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ ബാഴ്സയുടെ നീക്കങ്ങൾ എന്നുള്ളത് ആരാധകർ ആകാംക്ഷയോട് കൂടിയിട്ട് നോക്കിയാണ്. ചാവി ഓൾറെഡി പറഞ്ഞതാണ് ടീമിനെ ഒന്നുകൂടി കരുത്ത് ഉറ്റ ടീമാക്കി മാറ്റേണ്ടതുണ്ട് എന്ന്. അതിനുവേണ്ടി 2-3 കാര്യങ്ങൾ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചു എന്ന് മുണ്ടോ ഡിപ്പോർട്ടിവോ പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ബെർണാഡോ സിൽവ ഒരു ഓപ്ഷനാണ്, ബട്ട് കാത്തിരിക്കണം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.